ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ സാമ്പത്തിക സുരക്ഷത ഉറപ്പാക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു വ്യക്തിയുടെ ആബ്സെൻസിൽ, അദ്ദേഹം ഇല്ലാത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫാമിലിയുടെ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് സാധാരണയായിട്ട് ഇൻഷുറൻസ് പോളിസികൾ മുഖാന്തരമാണ് അത് ഉറപ്പുവരുത്താറുള്ളത്. ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇന്ത്യയിൽ ഒരുപാട് ഇൻഷുറൻസ് സ്കീമുകൾ അവൈലബിൾ ആണെങ്കിൽ തന്നെയും വളരെ ചീപ്പായിട്ടുള്ള പ്രീമിയത്തിൽ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന ഒട്ടനവധി സ്കീമുകൾ ഗവൺമെൻറ് സെക്ടറിലും അതേപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിലുമുള്ള ഇൻഷുറൻസ് കമ്പനികളും ബാങ്കുകളും നടപ്പാക്കി വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ചില ഇൻഷുറൻസ് സ്കീമുകളെ കുറിച്ചാണ് ഇനിയുള്ള വീഡിയോകളിൽ സംസാരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച പബ്ലിഷ് ചെയ്ത ഒരു വീഡിയോയിൽ പ്രവാസി ഭാരതീയ ബീമാ യോജന എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. 275 രൂപ പ്രീമിയത്തിൽ 2 വർഷത്തേനും അതേപോലെ 375 രൂപ പ്രീമിയത്തിൽ 3 വർഷത്തേനും ഇൻഷുറൻസ് പരിരക്ഷ, അതായത് പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് കവർ നൽകുന്ന ഒരു പദ്ധതിയാണ്. ഓൺലൈനായിട്ട് ആ സ്കീമിൽ അപ്ലൈ ചെയ്യാമെന്ന് ഗവൺമെൻറ് സർക്കുലറിലും മറ്റും പറയുന്നുണ്ടെങ്കിൽ തന്നെയും പ്രവാസികളായ പലരും ആ ഇൻഷുറൻസ് സ്കീമിന് അപ്ലൈ ചെയ്യുന്നതിന് പ്രാക്ടിക്കലായിട്ട് ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. ഓൺലൈനായിട്ട് ആ ഇൻഷുറൻസ് സ്കീം കിട്ടുവാൻ ബുദ്ധിമുട്ടാണ്. നാഷണൽ ഇൻഷുറൻസ്, ഓറിയൻ്റൽ ഇൻഷുറൻസ്, യുണൈറ്റഡ്, ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി, അതേപോലെ തന്നെ ഇഫ്കോ, ടോക്കിയോ, ഇതേപോലെയുള്ള ഇൻഷുറൻസ് കമ്പനികളിൽ നേരിട്ട് ബന്ധപ്പെട്ടാൽ മാത്രമാണ് ആ ഇൻഷുറൻസ് സ്കീമിൽ ചേരുവാൻ സാധിക്കുകയുള്ളൂ എന്നിപ്പോൾ അറിയാൻ സാധിക്കുന്നു. അതും ആ സ്കീമിൽ ചേരുന്നതിന് ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. ECR കാറ്റഗറിയിൽ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്ന പ്രവാസികൾക്കാണ് ആ സ്കീമിൽ ചേരാനായിട്ടുള്ള എലിജിബിലിറ്റി ഉള്ളത്. അപ്പം ഈ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചാൽ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഇതിനേക്കാളും കൂടുതൽ ഇൻഷുറൻസ് കവർ ലഭിക്കുന്നതും അതോടൊപ്പം തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് കരസ്ഥമാക്കാൻ പറ്റുന്ന ഒരു പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് കവർ ചെയ്യുന്ന ഒരു പോളിസിയെ കുറിച്ചാണ്. ഇനി വരുന്ന 2-3 വീഡിയോകളിൽ ഇതേപോലെ നോൺ റെസിഡൻസിന് അല്ലെങ്കിൽ പ്രവാസികൾക്ക് എക്സ്ക്ലൂസീവായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇൻഷുറൻസ് സ്കീമുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ സീരീസിലുള്ള 2ാമത്തെ വീഡിയോയിൽ നമ്മളിന്ന് സംസാരിക്കുന്നത് ഫെഡറൽ ബാങ്കും അതോടൊപ്പം തന്നെ HDFC എർഗോ ജനറൽ ഇൻഷുറൻസ് കമ്പനിയും തമ്മിൽ സംയുക്തമായി ലോഞ്ച് ചെയ്തിരിക്കുന്ന സർ സുരക്ഷ പ്ലസ് എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ചാണ്. ഇതും പ്യുവർലി പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് പദ്ധതിയാണ്. 511 രൂപ പ്രീമിയത്തിൽ 25 ലക്ഷം രൂപയുടെയും അതേപോലെ തന്നെ 865 രൂപ പ്രീമിയത്തിൽ 50 ലക്ഷം രൂപയുടെ പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് കവർ ലഭിക്കുന്ന ഒരു ഇൻഷുറൻസ് പദ്ധതിയാണിത്. ഫെഡറൽ ബാങ്കിൽ NRE അല്ലെങ്കിൽ NRO അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏതൊരു ഇന്ത്യൻ പൗരനും ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗമാകാം. വളരെ നിസ്സാരമായിട്ടുള്ള ഫോർമാലിറ്റിയിൽ, അതും ഫെഡറൽ ബാങ്കിൻ്റെ ഇൻ്റർനെറ്റ് ബാങ്കിങ് സൗകര്യം ഉപയോഗിച്ച് 2-3 മിനിറ്റുകൾ കൊണ്ട് നിങ്ങൾക്ക് ഈ പോളിസി എടുക്കുവാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതും. 1 വർഷക്കാലത്തേക്കാണ് ഈ പോളിസി ഇഷ്യൂ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലും അതേപോലെ മറ്റു വിദേശ രാജ്യങ്ങളിലും ഈ ഇൻഷുറൻസിൻ്റെ പരിരക്ഷ നിങ്ങൾക്ക് ലഭിക്കും. 25 ലക്ഷം അല്ലെങ്കിൽ 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് ഉപരിയായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ആക്സിഡൻറ്റ് മുഖാന്തരമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസുഖങ്ങൾ മുഖാന്തരമോ ഹോസ്പിറ്റലൈസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ 10 ദിവസത്തേന് മിനിമം 2500 രൂപ വീതം ഹോസ്പിറ്റലൈസേഷൻ ക്യാഷ് എക്സ്പെൻസസും ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. 18 വയസ്സിനും 65 വയസ്സിനും ഇടയിലുള്ള ഫെഡറൽ ബാങ്കിലെ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏത് പ്രവാസിക്കും ഈ ഇൻഷുറൻസ് സ്കീമിൽ അംഗമാകാം. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫാമിലിയുടെ പ്രൊട്ടക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് വർക്ക് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഡിസബിലിറ്റി വരികയോ അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചു പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫാമിലി മെമ്പേഴ്സിന് കംഫർട്ടബിളായിട്ടൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഇതേപോലെയുള്ള ഇൻഷുറൻസ് പോളിസികൾ സഹായിക്കും. ഇതൊരു പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ് കവർ മാത്രം ചെയ്യുന്ന പോളിസിയാണ്. ആക്സിഡൻറ്റ് മുഖാന്തരം മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസബിലിറ്റി സംഭവിക്കുകയോ ചെയ്താൽ മാത്രമാണ് ഈ പോളിസി കവർ ചെയ്യുകയുള്ളൂ. കുറഞ്ഞ പ്രീമിയമായ 511 രൂപയ്ക്ക് 25 ലക്ഷം രൂപയുടെ പോളിസി നിങ്ങൾക്ക് എടുക്കാം. അതേപോലെ തന്നെ 865 രൂപയാണ് നിങ്ങൾ പ്രീമിയം കൊടുക്കുന്നതെങ്കിൽ 50 ലക്ഷം രൂപയുടെ കവർ ലഭിക്കുന്ന പോളിസിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഈ ഇൻഷുറൻസ് പോളിസിയെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് കേട്ടു നോക്കൂ.
വളരെ കുറഞ്ഞ പ്രീമിയത്തിൽ പ്രവാസികൾക്ക് ഇൻഷുറൻസ് സംരക്ഷണം നൽകുന്ന ഒരു പേഴ്സണൽ ആക്സിഡന്റ്, ഡെത്ത്, ഹോസ്പിറ്റൽ ക്യാഷ് കവർ പോളിസിയാണ് ഫെഡറൽ ബാങ്ക് HDFC ഇർഗൌ ജനറൽ ഇൻഷുറൻസ് കമ്പനിയുമായി സഹകരിച്ച് നടപ്പാക്കുന്ന സർവ്വസുരക്ഷാ പ്ലസ്. ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ള ഏതൊരു പ്രവാസിയായ ഇന്ത്യൻ പൗരനും ഈ ഇൻഷുറൻസ് സ്കീമിൽ അംഗമാകാം. 511 രൂപ പ്രീമിയത്തിൽ 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് സുരക്ഷയും 865 രൂപയുടെ വാർഷിക പ്രീമിയത്തിൽ 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയുമാണ് ഈ പോളിസി നൽകുന്നത്. 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ള നോൺ റെസിഡന്റ് ഇന്ത്യക്കാർക്ക് ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗങ്ങളാകാം. ഈ ഇൻഷുറൻസ് പദ്ധതി അനുസരിച്ച് പേഴ്സണൽ ആക്സിഡന്റ്, ഡെത്ത് മാത്രമാണ് കവർ ചെയ്യുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള കാരണങ്ങളാലും മറ്റ് അസുഖങ്ങൾ കാരണത്താലും മരണപ്പെട്ടാൽ ഈ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുകയില്ല. മേൽപ്പറഞ്ഞ ഇൻഷുറൻസ് കവറിന് അതീതമായി ഏതെങ്കിലും ആക്സിഡന്റ് മുഖാന്തരം നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുകയാണെങ്കിൽ ഹോസ്പിറ്റലൈസേഷൻ ക്യാഷ് ഫെസിലിറ്റി അനുസരിച്ച് 10 ദിവസത്തേക്ക് ദിനംപ്രതി 2500 രൂപ വരെയും ആനുകൂല്യങ്ങൾ ലഭിക്കും. എന്നാൽ ഹോസ്പിറ്റലൈസേഷൻ ഏതെങ്കിലും അസുഖം മുഖാന്തരം ആണെങ്കിലും ഈ പറയുന്ന 10 ദിവസത്തിന് ദിനംപ്രതി 2500 രൂപ വരെയും ഹോസ്പിറ്റൽ ക്യാഷ് ഫെസിലിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. അപകടത്തിന്റെ വ്യാപ്തി അനുസരിച്ച് നിങ്ങൾ ഇൻഷുർ ചെയ്ത തുകയ്ക്ക് ആനുപാതികമായിട്ട് ക്ലെയിമുകൾ സെറ്റിൽ ചെയ്യുന്നതാണ്. പോളിസി ഉടമ മരണപ്പെട്ടാൽ ഇൻഷുറൻസ് തുക മൊത്തമായി ലഭിക്കുകയും ഭാഗികമായി ഏതെങ്കിലും അവയവങ്ങൾ നഷ്ടപ്പെടുകയോ മറ്റേതെങ്കിലും രീതിയിൽ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിന് ആനുപാതികമായി ക്ലെയിമുകൾ ലഭിക്കും. ഫെഡറൽ ബാങ്കിൽ NRA അല്ലെങ്കിൽ NRO ബാങ്ക് അക്കൗണ്ടുള്ള വ്യക്തികൾക്ക് ഫെഡറൽ ബാങ്കിന്റെ ഇന്റർനെറ്റ് ബാങ്കിംഗ് മുഖാന്തരം വളരെ എളുപ്പത്തിൽ യാതൊരുവിധ മറ്റു ഫോർമാലിറ്റീസും കൂടാതെ തന്നെ ഈ ഇൻഷുറൻസ് പോളിസിക്ക് അപേക്ഷിക്കാവുന്നതാണ്. പോളിസി ഉടമ അപകടം മുഖാന്തരം മരണപ്പെട്ടാൽ മെഡിക്കൽ പ്രാക്ടീഷണറുടെ റിപ്പോർട്ടും ലീഗൽ സർട്ടിഫിക്കറ്റ്, ഡെത്ത് സർട്ടിഫിക്കറ്റ്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മറ്റു അനുബന്ധമായ ഡോക്യുമെന്റുകളും സമർപ്പിക്കേണ്ടതാണ്. ഇന്ത്യയിൽ സ്ഥിരതാമസക്കാരായ റെസിഡൻസ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഇൻഷുറൻസ് പോളിസിയിൽ ചേരുവാനുള്ള യോഗ്യതയില്ല. ഈ പോളിസിയിൽ ഓൺലൈൻ ആയിട്ട് അപേക്ഷ നൽകി 5 ദിവസങ്ങൾക്കുള്ളിൽ പോളിസി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സിലേക്ക് അയച്ചു തരുന്നതാണ്. പോളിസി ഉടമയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ഇൻഷുറൻസ് പോളിസി ക്യാൻസൽ ചെയ്യുവാനുള്ള അവകാശമുണ്ട്. പോളിസി ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഭാഗികമായി പ്രീമിയം റീഫണ്ട് ആയി ലഭിക്കും. നിങ്ങളുടെ NRA അല്ലെങ്കിൽ NRO അക്കൗണ്ടുകളിൽ നിന്ന് മാത്രമാണ് ഈ പോളിസിയുടെ പ്രീമിയം നൽകാൻ സാധിക്കുകയുള്ളൂ. പോളിസിയുടെ കാലാവധി 1 വർഷമാണ്. പോളിസി കാലാവധി തീരുന്നതിന് മുന്നേ റിന്യൂ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ലാപ്സായ പോളിസിയിൽ നിങ്ങൾക്ക് ബെനിഫിറ്റുകൾ ഒന്നും ലഭിക്കുകയില്ല. ഈ പോളിസിയുടെ പ്രത്യേകതയനുസരിച്ച് ലോകത്തിൽ എവിടെയും ഇതിന്റെ സുരക്ഷ ലഭിക്കുന്നതാണ്. ഹോസ്പിറ്റൽ ക്യാഷ് ഫെസിലിറ്റി വിദേശ രാജ്യങ്ങളിലുള്ള ഹോസ്പിറ്റലുകളിൽ ലഭ്യമല്ല. ഇന്ത്യയിൽ നടത്തുന്ന ചികിത്സയ്ക്ക് മാത്രമാണ് ഹോസ്പിറ്റൽ ക്യാഷ് ഫെസിലിറ്റി ലഭ്യമായുള്ളൂ. വിദേശത്തെ ജോലി മതിയാക്കി ഇന്ത്യയിലേക്ക് തിരിച്ചുവരുന്ന ഒരു പ്രവാസിക്ക് പോളിസി കാലാവധിയുടെ സമയം വരെയും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതാണ്. വളരെ ലളിതമായ ഫോർമാലിറ്റിയിൽ ഓൺലൈൻ ആയിട്ട് നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ഈ ഇൻഷുറൻസ് പോളിസി കരസ്ഥമാക്കാം. ഇതുപോലെ ഉപകാരപ്രദമായ ഒട്ടനവധി വീഡിയോകൾ ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രവാസികൾ ആവശ്യം അറിയേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോകളും ഈ യൂട്യൂബ് ചാനൽ ലഭ്യമാണ്. ഈ വീഡിയോ ഉപകാരപ്രദം എന്ന് തോന്നിയാൽ മറ്റുള്ള പ്രവാസി സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന ഉപകാരപ്രദമായ ഇതേപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷുറൻസ് പോളിസിയുടെ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും NRIസിന് മാത്രം എക്സ്ക്ലൂസീവായിട്ട് ചേരാൻ പറ്റുന്ന ഒട്ടനവധി ഇൻഷുറൻസ് പോളിസികൾ ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ നിലവിലുണ്ട്. ഈ വീഡിയോ സീരീസിൻ്റെ 3ാമത്തെ വീഡിയോയിൽ, അതായത് അടുത്ത വീഡിയോയിൽ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോർക്ക റൂട്ട്സ് നൽകുന്ന ചില ഇൻഷുറൻസ് പദ്ധതികളെക്കുറിച്ചാണ്. നോർക്കയുടെ ID കാർഡ് എടുക്കുന്ന ആളുകൾക്ക് ഇൻഷുറൻസ് കവർ ലഭിക്കും. അതോടൊപ്പം തന്നെ നോർക്ക പ്രവാസി രക്ഷാ ഇൻഷുറൻസ് എന്ന് പറയുന്ന മറ്റൊരു ഇൻഷുറൻസ് പോളിസിയുമുണ്ട്. ഈ 2 പോളിസികളുടെ വിശദമായിട്ടുള്ള വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇതേപോലെയുള്ള ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ മറ്റുള്ള പ്രവാസികളുടെ ഇടയിലും നിങ്ങൾ ഷെയർ ചെയ്യുക. ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തുന്നതിന് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.